ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം മോശമില്ലാത്തൊരു ഈസി മാർക്കറ്റായിരുന്നു. ഏതാണ്ട് പുട്ട് സൈഡ് എൻട്രി 10:30-ക്ക് ശേഷം പുട്ട് സൈഡ് എൻട്രി എടുത്ത് എല്ലാവർക്കും മാർക്കറ്റ് പ്രോഫിറ്റ് കൊടുക്കണം എന്നുള്ള ടൈപ്പുള്ള ഒരു മാർക്കറ്റായിരുന്നു. അത്യാവശ്യം നല്ല പോയിന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു 2 പാർട്ടായിട്ടാണ്. അതായത് ഫസ്റ്റ് നമ്മുടെ ഒരു ട്രേഡ് ഇന്ന് രാവിലെ എടുത്ത ട്രേഡ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പി എൻ ഷോ ചെയ്യുന്ന റെക്കോർഡിങ്സ് ഒന്നുമല്ല, ജസ്റ്റ് ചാർട്ടിൻ്റെ റെക്കോർഡിങ്സും അനാലിസിസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സെക്ഷൻ. പിന്നെ നമ്മളെല്ലാം സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഓവറോൾ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഓവറോൾ സമ്മറിയും കൂടി ചേർത്ത് 2 വീഡിയോ പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഫസ്റ്റ് ആ ട്രേഡ് വീഡിയോയിൽ പോകാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോങ് ആകും. കാരണം അതൊരു 10-15-20 മിനിറ്റത്തേക്കുള്ള റെക്കോർഡിങ്സ് ഒരുമിച്ച് റെക്കോർഡ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെടുത്ത എൻട്രി. ഏകദേശം ഈ സോണിൻ്റെ താഴെ 51,000 താഴെ മാർക്കറ്റ് പോയി. ഈ സോണിൻ്റെ താഴെ ക്ലോസ് ചെയ്ത ശേഷം ഒരു ചെറിയ റിട്രേസ്മെന്റ് എടുത്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇതൊരു ഫിബിന്റെ റിട്രേസ്മെന്റ്, ഫിബിന്റെ ഗോൾഡൻ സോൺ ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റോസ് കളർ സോൺ അവിടെ എത്തി റിട്രേസ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. നമ്മൾ പ്രീമിയം എടുത്തിട്ടുണ്ടായിരുന്നത് 50,900 PE ആയിരുന്നു. സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തന്നിരുന്നു. പക്ഷേ അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആവാനാണ് സാധ്യത. നമുക്ക് നേരത്തെ മനസ്സിലായി അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പുഷ്, അതായത് അത് ഫേക്ക് ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുഷ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡിൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നത്. നമ്മൾ എൻട്രി എടുത്തത് 780 മേളിലായിരുന്നു, 755 സ്റ്റോപ്പ് ലോസ്. ഒരു 2 മിനിറ്റിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടാർഗറ്റ് കുറച്ചുകൂടെ പ്രീമിയത്തിൽ അച്ചീവ് ആയെങ്കിൽ പോലും സ്പോട്ടിൽ അച്ചീവ് ആകത്തും നമ്മൾ ടാർഗറ്റ് കുറച്ചുകൂടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 70-80 പോയിന്റ് കണ്ടായിരുന്നു ടാർഗറ്റ് വെച്ചതെന്ന് തോന്നുന്നു, 80-70 പോയിന്റ്. അതിനുശേഷം നമ്മളതൊരു 100 പോയിന്റ് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ടാർഗറ്റ്. എന്നിട്ട് 50% ബുക്ക് ചെയ്ത്, 50 അല്ല 75% നിങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ ബുക്ക് ചെയ്ത് മാറിക്കോളാം ഞാൻ ടെലിഗ്രാമിൽ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ കാണുന്നത്. 75% ഏകദേശം 850 റേഞ്ചിൽ ബുക്ക് ചെയ്ത് മാറിക്കോളാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 25% കോസ്റ്റിലിട്ട് വെയിറ്റ് ചെയ്തോളായിരുന്നു, റൈഡ് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. പിന്നെ എല്ലാം നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യസമയത്ത്. അടുത്ത 2-3 ക്യാൻഡിൽസുകൾ നമ്മുടെ ആ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പോട്ടിലും ടാർഗറ്റ് എത്തി. നിഫ്റ്റി ആ സെയിം സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നുകൊണ്ടാണ് നമ്മുടെ ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ആയത്. പിന്നെ ഇതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയായിരുന്നു പോയത്. പിന്നെ TSL, അതായത് ട്രailing SL നമ്മൾ 850-ലേക്ക് ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മണ്ടക്കെട്ടുള്ള മൊമെന്റ് റൈഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ. ടാർഗറ്റ് അൺലിമിറ്റഡ് ആണെന്ന് അറിയില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാർഗറ്റ് അൺലിമിറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ മേജർ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ടാർഗറ്റ് റൈഡ് ചെയ്തുകൊണ്ട് പോകാം. പ്രോഫിറ്റ് മാക്സിമൈസിംഗ് എന്ന് പറയും. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റി ഒറ്റ സ്റ്റോപ്പ് ലോസ് ആവും. 100% ക്വാണ്ടിറ്റി നമ്മൾ ഇപ്പോൾ 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 100% ക്വാണ്ടിറ്റി 50 പോയിന്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. പക്ഷേ ടാർഗറ്റ് അങ്ങനെയല്ല. ടാർഗറ്റ് നമ്മളാണ് ഫിക്സ് ചെയ്യുന്നത് എവിടെ ഇറങ്ങണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളൊരു റിസ്ക് റിവാർഡ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളൊരു ചെറിയ പെർസെൻറ്റേജ് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത ആ ട്രേഡ് വീഡിയോ കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന് നോക്കാം. അപ്പം ഇതായിരുന്നു നമ്മുടെ എൻട്രി. നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ ഈ ഒരു എൻട്രി ആയിരുന്നു നമ്മൾ എടുത്തത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് നമ്മുടെ ലെവൽ ബ്രേക്ക് ഇവിടെ നമുക്ക് ഇത് മാറി. പിന്നെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഓരോ ബ്രേക്കൗട്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ആയി. അത്യാവശ്യം മോശമില്ലാത്ത ട്രേഡ് രാവിലെ തന്നെ, അതായത് 9-10 മണിക്ക് മുന്നേ തന്നെ നമ്മുടെ ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ മാർക്കറ്റിലധികം നേരം ഇരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് പിന്നെ ട്രേഡൊന്നും പ്ലാൻ ചെയ്തത്. ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നു. നമ്മുടെ ലെവൽസ് എല്ലാം കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ലെവൽസ് എല്ലാം. രാവിലെ ടെലിഗ്രാമിൽ ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ എറർ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അത് ആ ഒരു ഓപ്പണിംഗ് വോളറ്റിലിറ്റി കൊണ്ടാണ് ആ ഒരു എറർ കിട്ടിയത്. നെക്സ്റ്റ് സെയിം ടൈമിൽ നമ്മൾ എൻട്രി എടുത്ത ടൈമിൽ നിഫ്റ്റി ഇവിടെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട്, അതായത് ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. ട്രെൻഡ് ലൈൻ ഫേക്ക് ബ്രേക്കൗട്ട് അടിച്ചു. ഫേക്ക് ബ്രേക്കൗട്ട് അടിച്ചത് എന്തായാലും നന്നായി. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഈസി ആയിട്ട് അച്ചീവ് ആയി. ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഫേക്ക് ബ്രേക്കൗട്ട് അടിച്ചത്. ഈ ട്രെൻഡ് ലൈൻ 1-2-3 തവണ റെസ്പെക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ ആയിരുന്നു. 4ാമത്തെ തവണ ബ്രേക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ സോണിൻ്റെ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് അപ്സൈഡ് എൻട്രി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ 25% നമുക്ക് ട്രailing SL വെക്കാതെ കോസ്റ്റിൽ തന്നെ ഇട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ പോയിന്റും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ നമ്മളത് മാർക്കറ്റ് കഴിഞ്ഞ ശേഷമല്ലേ അറിഞ്ഞത് ഇവിടെ പോയെന്ന്. അതിന് മുമ്പേ അറിയാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാമെന്ന് വിചാരിച്ചിട്ടാണ് ട്രailing SL മേളിലേക്ക് കയറ്റി വെച്ചത്. അത് ഹിറ്റായി. നമ്മുടെ ലെവൽസ് ഇതൊക്കെയായിരുന്നു. 3 ലെവൽസ് ബ്രേക്ക് ചെയ്തു. 4ാമത്തെ ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ട് ഏകദേശം 50% ടച്ച് ചെയ്തില്ല. 50% ടച്ച് ചെയ്യാതെ നമ്മൾ മണ്ടൊക്കെ ഒരു എറർ കണ്ടില്ലേ, ആ എറർ 50% അവിടെ നിന്ന് ആ എററിൻ്റെ മേളിലാണെന്ന് തോന്നുന്നു ബൗൺസ് ബാക്ക് ചെയ്തത്. അതെ, എക്സാക്ട്ലി ആ എററിൻ്റെ മേളിലാണ് ബൗൺസ് ബാക്ക് ചെയ്തത്.
ഇതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതൊരു റേഞ്ച് കാൽക്കുലേഷൻ സ്ട്രാറ്റജിയാണ്. ഇത് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. തൽക്കാലം നിങ്ങൾ ലെവൽസ് മാത്രം വെച്ചിട്ട് നമ്മൾ ടെലഗ്രാമിൽ ലൈവായിട്ട് നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നു, നോക്കി ട്രേഡ് എടുത്താൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്വന്തം പേഴ്സണൽ ട്രേഡ്സ് കാണുമല്ലോ. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എക്സാക്ട് നമ്മുടെ രാവിലെ ബ്രേക്കൗട്ടിന് ശേഷം അതേ ട്രെൻഡ് ലൈൻ തന്നെ വീണ്ടും ഒന്ന് റെസ്പെക്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു പിൻബാർ ക്യാൻ ഉണ്ടാക്കി തിരിച്ച് താഴേക്ക് പോയി. ഇവിടെ ഈ ഒരു സോൺ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ബൗൺസ് ബാക്ക് ചെയ്യുമോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റേ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് ആണെങ്കിൽ പോലും ട്രയലിംഗ് എടുത്ത് മേളിലേക്ക് വെച്ചിട്ട് അത് ഹിറ്റായി മാറിയത്. ഈ ഒരു ബൗൺസ് ഇവിടുന്ന് ബൗൺസ് ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ വീണ്ടും ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് കോസ്റ്റിൽ ഇറങ്ങേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് പിന്നെ ആ 25% ട്രയലിംഗ് കയറ്റി വെച്ചിട്ട് അത് ഹിറ്റായത്. ഇവിടെ നമ്മുടെ ലെവൽസ് എല്ലാം കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ലെവൽ ബ്രേക്ക് ചെയ്ത് നോൺ സൈഡ് പോയി റിട്രേസ് ചെയ്തു, തിരിച്ച് താഴേക്ക് വന്നു. എക്സാക്ട് ഈ രണ്ട് ലെവൽസിൻ്റെ ഞാൻ ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലെവൽ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് ലെവലിൻ്റെ മിഡിലും ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി അതിൻ്റെ മിഡ് പോയിന്റ് വന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് ബൗൺസ് ചെയ്തിട്ട് മാർക്കറ്റ് അവസാനിച്ചത്. പിന്നെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എല്ലാം കൃത്യമായിട്ട് ഫസ്റ്റ് ട്രേഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ക്യാൻഡിൽ സ്ട്രാറ്റജിയാണ്. ഇത് അധികം ആരും യൂസ് ചെയ്യാറില്ല, ചിലത് യൂസ് ചെയ്യാറുണ്ട്. അതായത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മാർക്കറ്റിനധികം നോക്കിയിരിക്കാവുന്ന സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതുപോലെ വിൻ റേഷ്യോ വളരെ കുറവാണ്, പക്ഷേ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പം ഞാനിപ്പോൾ രാവിലെ ടെലഗ്രാമിൽ മെസ്സേജ് ഇട്ടുണ്ട്. നിഫ്റ്റി 6th 5 മിനിറ്റ് ക്യാൻഡിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് 9:18 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 മിനിറ്റാണ് ഈ അപ്ഡേറ്റ് തന്നത്. അപ്പം 6ാമത്തെ ക്യാൻഡിൽ, അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ 6ാമത്തെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും എന്ന്. അപ്പം ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് കളഞ്ഞു നോക്കാം. എന്നിട്ട് ഇന്നത്തെ 6ാമത്തെ ക്യാൻഡിൽ 1 2 3 4 5 6 ഇതാണ് ഇന്നത്തെ 6ാമത്തെ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ അവിടെ വന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് താഴേക്ക് വീണത്. ഫസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഈ സ്ട്രാറ്റജിയോട് നമ്മൾ പ്രൈസ് ആക്ഷൻ നല്ലതായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ 1:1 ആണ് നമ്മൾ എയിം ചെയ്യുന്ന ടാർഗറ്റ്. അതായത് ഈ സ്ട്രാറ്റജിക്ക് 1:1 ആണ് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നതല്ല 1:1 ആണ് നമ്മൾ അഷ്യൂർ ചെയ്തിട്ടൊരു ടാർഗറ്റ് പറയുന്നത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് നല്ല ബിഹേവിയർ ആയതുകൊണ്ട് ടാർഗറ്റ് അത്യാവശ്യം നല്ല കോഴ്സ് കിട്ടിയെങ്കിൽ പോലും 1:1 ആണ് ഇതിനകത്ത് എയിം ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിൽ. അതായത് ഇന്ന് ഫസ്റ്റ് ഇതാണ് 6th ക്യാൻഡിൽ. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇതിൻ്റെ കോർ എൻട്രി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണോ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, ആ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഡയറക്ഷൻ, ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഏത് ഡയറക്ഷനിലാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ക്ലോസിംഗിൽ തന്നെ എൻട്രി എടുക്കുക. അതായത് ഈ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻട്രി, പക്ഷേ ഇവിടെ എൻട്രി എടുക്കരുത്. നമ്മൾ പറഞ്ഞില്ലേ പ്രൈസ് ആക്ഷൻ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അതുകൊണ്ട് ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. അപ്പം ഇവിടെ ബ്രേക്ക് ചെയ്താൽ പോലും ഈ ഹാമർ ക്യാൻഡിലിൻ്റെ താഴെ വന്നൊരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്കൊരു ട്രേഡ് ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തില്ല. വീണ്ടും ഈ ക്യാൻഡിലിൻ്റെ ലോയെ റെസ്പെക്ട് ചെയ്ത്, അതായത് ലോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ നമ്മുടെ റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വേണ്ടി ക്ലോസ് ചെയ്തു. അതിന് ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല അപ്പോൾ സ്റ്റിൽ. പിന്നെ അതിൻ്റെ മേളിൽ ഒരു ക്യാൻഡിലിന് ബോഡി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരിച്ച് ക്യാൻഡിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി, ഇവിടെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ എൻട്രി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇതിപ്പം ഇങ്ങനെ ഒരു കേസ് വന്ന സ്ഥിതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു കേസിൽ ഈ ക്യാൻഡിൽ വളരെ വലുതാണ്. ഏകദേശം എത്ര പോയിന്റ് ഉണ്ട്? പക്ഷേ 72 പോയിന്റ് ഉണ്ട്. അപ്പം അറ്റമണിയിൽ എങ്ങനെ പോലും 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. അപ്പം ഈ എൻട്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ മേളിൽ ഈ ക്യാൻഡിലിൻ്റെ മേളിൽ ഇപ്പോൾ ഇവിടെ സ്വിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. അപ്പോൾ ഇത് വലിയ സ്റ്റോപ്പ് ലോസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ക്യാൻഡിലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കണം. ഇതിൻ്റെ ഹാഫ് എടുക്കണം. എന്നിട്ട് ബ്രേക്ക് ഔട്ട് തന്നത് എവിടെയാണോ അവിടെ നിന്ന് ഈ ഹാഫ് പ്ലസ് ചെറിയൊരു ബഫർ ഇട്ടിട്ട് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ചെയ്യും. അതായത് വലിയ ക്യാൻഡിൽ വരും. നമ്മൾ രാവിലെ പറയും നിഫ്റ്റിയിലെ 8ാമത്തെ ക്യാൻഡിലാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ആ 8ാമത്തെ ക്യാൻഡിൽ വലിയൊരു ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിലെ 2 ഡിവൈഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ടിന് ശേഷം അതിൻ്റെ ഹാഫിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യും. ഇതിന് 1:1 ആണ് നമ്മുടെ എയിം. 1:1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ 1:1 അച്ചീവ് ആയിട്ടുണ്ട്. അതിന് ശേഷം നോക്കാം. ഇതായിരുന്നു 1:1, 1:3, 1:4, 1:5, 1:7. എക്സാക്ട്ലി നോക്കി മാർക്കറ്റ് അവിടെ എത്തിയിട്ടായിരിക്കും, അതിന് താഴെ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അവിടെ എത്തി ചെറിയൊരു ബ്രേക്ക് ഔട്ട് വന്നു. സ്റ്റിൽ ഇതൊരു 1:3 അല്ലെങ്കിൽ 1:2 ക്യാപ്ചർ ചെയ്ത് തന്നെ അത്യാവശ്യം നല്ല
പോയിന്റ് കിട്ടുന്നൊരു സ്ട്രാറ്റജിയാണ്. വിന്നിംഗ് റേഷ്യോ നേരത്തെ ഞാൻ യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വിന്നിംഗ് റേഷ്യോ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ ചില ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. ചില ദിവസങ്ങളിൽ ഞാനത് മറന്നു പോകാറുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് മറക്കാതെ അപ്ഡേറ്റ് ചെയ്യാം. ആവശ്യമുള്ള ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ യൂസ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത വീഡിയോസൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ ലെവൽസും കൂടെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി പോകാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആർക്കെങ്കിലും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.